നമസ്കാരം. ഇന്ത്യയുടെ സ്വന്തം ജെയിംസ് ബോണ്ട് എന്നു പറയാവുന്ന ഒരാളുടെ കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ സ്പൈ മാസ്റ്റർമാരിൽ ഒരാളായ അജിത് ഡോവലിന്റെ ഒരുപാട് പേർ വിശ്വസിക്കുന്ന, എന്നാൽ എവിടെയും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ഒരു കിടിലൻ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാം അല്ലേ? പക്ഷേ ഒരൊറ്റ മുടിയിഴ കാരണം ഒരു വലിയ ആണവ പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിച്ചു എന്നു പറഞ്ഞാലോ? ഒരു രാജ്യത്തിന്റെ തന്നെ തലവിധി മാറ്റിയെഴുതിയേക്കാവുന്ന ഒരു ദൗത്യവുമായി പാകിസ്ഥാനിലേക്ക് പോയ ഒരു ഇന്ത്യൻ ഓഫീസറുടെ അവിശ്വസനീയമായ കഥയിലേക്ക് നമുക്ക് കടക്കാം. പക്ഷേ ഈ കഥ തുടങ്ങും മുൻപേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ പറയാൻ പോകുന്ന കഥയുടെ ഭൂരിഭാഗവും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതല്ല. വർഷങ്ങളായി ആളുകൾക്കിടയിൽ പ്രചരിക്കുന്ന കേട്ടുകേൾവികൾ മാത്രമാണ്. അപ്പോ ആരാണ് ഈ അവിശ്വസനീയമായ കഥകളിലെ നായകൻ അജിത് ഡോവൽ? എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു വ്യക്തിയായി മാറിയത്? നമുക്കൊന്ന് നോക്കാം. ഡോവലിന്റെ തുടക്കം ഒരു സാധാരണ IPS ഓഫീസറായിട്ടായിരുന്നു. അതും നമ്മുടെ കേരളത്തിൽ. ഒരു പട്ടാളക്കാരന്റെ മകനായി ജനിച്ച അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങിയത് ഇങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ അസാധാരണമായ കഴിവുകൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയപ്പെട്ടു. അങ്ങനെ അധികം വൈകാതെ അദ്ദേഹത്തെ ഇന്ത്യയുടെ ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് നമ്മൾ 1970കളിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഐതിഹാസികമായ എന്നാൽ സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു ദൗത്യത്തിലേക്ക്, പാകിസ്ഥാനിൽ നുഴഞ്ഞുകയറുക. അന്നത്തെ സാഹചര്യം വളരെ ഗൗരവമേറിയതായിരുന്നു. പാകിസ്ഥാൻ രഹസ്യമായി ഒരു അണുബോംബ് നിർമ്മിക്കുന്നു എന്ന വാർത്തകൾ പരക്കുകയായിരുന്നു. ഇന്ത്യയ്ക്ക് എങ്ങനെയെങ്കിലും അതിലെ സത്യാവസ്ഥ അറിയണമായിരുന്നു. ഈ ദൗത്യം വിജയിക്കാൻ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അജിത് ഡോവൽ എന്ന ഐഡന്റിറ്റി തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കണം. എന്നിട്ട് പാകിസ്ഥാനിൽ പുതിയൊരാളായി, ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ വർഷങ്ങളോളം ജീവിക്കണം. അദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയെന്താണെന്നോ? ഒരു യാചകന്റെ വേഷം. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ട് തെരുവുകളിലൂടെ അലഞ്ഞു നടന്നു. തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ആരും തിരിച്ചറിയാത്ത രീതിയിൽ പുതിയൊരു വ്യക്തിയായി അദ്ദേഹം അവിടെ ജീവിച്ചു. ഒന്നാലോചിച്ചു നോക്കൂ, ആ കാലത്ത് ഇന്നത്തെ പോലെ ടെക്നോളജിയോ ബാക്കപ്പോ ഒന്നുമില്ല. ഒരൊറ്റ ചെറിയ പിഴവ്, ജീവിതം തന്നെ അവസാനിക്കും. ദൗത്യം പരാജയപ്പെട്ടാൽ സ്വന്തം രാജ്യം പോലും നിങ്ങളെ അറിയില്ല എന്ന് പറയും. അത്രയും വലിയ റിസ്ക് ആയിരുന്നു അത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ അദ്ദേഹത്തിനൊരു തുമ്പ് കിട്ടി. എവിടെന്നാണെന്നോ? ഒരു സാധാരണ ബാർബർ ഷോപ്പിൽ നിന്ന്. പാകിസ്ഥാന്റെ അതീവ രഹസ്യമായ ന്യൂക്ലിയർ സെന്ററിലെ ശാസ്ത്രജ്ഞർ സ്ഥിരമായി വരുന്ന ഒരു ബാർബർ ഷോപ്പ് അദ്ദേഹം കണ്ടെത്തി. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് നമ്മൾ കാണുന്നത്. അവിടെ വരുന്ന ശാസ്ത്രജ്ഞർ മുടി വെട്ടിക്കഴിയുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ കളയുന്ന അവരുടെ മുടിയിഴകൾ അദ്ദേഹം വളരെ സൂക്ഷിച്ച് ശേഖരിച്ചു. എന്നിട്ട് അത് വിശകലനം ചെയ്യാനായി രഹസ്യമായി ഇന്ത്യയിലേക്ക് അയച്ചുകൊടുത്തു. ലാബ് റിസൾട്ട് വന്നതോടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി. ആ മുടിയിഴകളിൽ യുറേനിയത്തിന്റെ അംശങ്ങൾ കണ്ടെത്തി. അതോടെ ഇന്ത്യക്കുറപ്പായി പാകിസ്ഥാൻ ഒരു അണുവായുധം നിർമ്മിക്കുന്നുണ്ട് എന്ന്. അപ്പോ ഈ ഒരൊറ്റ ഇന്റലിജൻസ് റിപ്പോർട്ട് അത് കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെതിരെ സമ്മർദ്ദം ചെലുത്താൻ പറ്റി. അതിന്റെ ഫലമായി അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം 15 വർഷത്തോളം പിന്നോട്ടു പോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ പാകിസ്ഥാനിലെ ദൗത്യം മാത്രമല്ല, ഡോവലിന്റെ കഴിവുകൾ ഇന്ത്യയ്ക്കകത്തും ആവശ്യമായി വന്നു. അതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇത് കേട്ടുകേൾവിയല്ല, ഇത് രേഖകളിലുള്ള ചരിത്രമാണ്. തീവ്രവാദികൾ സുവർണക്ഷേത്രം പിടിച്ചടക്കിയപ്പോൾ ഡോവൽ ഒരു സാധാരണക്കാരനായി അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞുകയറി. എന്തിന്? അവരുടെ ആയുധങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ സൈന്യത്തിന് നൽകാൻ. ഈ വിവരങ്ങൾ ആ ഓപ്പറേഷന്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചു. അപ്പോ ഇത്രയും കാലം നിഴലിൽ പ്രവർത്തിച്ച ഈ മനുഷ്യൻ ഇന്ന് എവിടെയാണ്? എന്താണ് അദ്ദേഹത്തിന്റെ ലെഗസി? ഒരു കാലത്ത് ഫീൽഡിൽ ശത്രുക്കൾക്കിടയിൽ ജീവിച്ച അദ്ദേഹം ഇന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. അതും ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിലിരുന്ന വ്യക്തി. അപ്പോ ഡോവലിന്റെ കഥ അത് സത്യമായാലും അല്ലെങ്കിലും നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അറിയാതെ എത്രയോ പേർ ഇതുപോലെ നിഴലുകളിൽ ജീവിക്കുന്നുണ്ടാവുമല്ലേ? അവരുടെയൊന്നും കഥകൾ നമ്മൾ ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഈ വിശകലനം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അജിത് ഡോവലിന്റെ ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ അധികമാരും പറയാത്ത കഥകൾ ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വിഷയവുമായി വീണ്ടും കാണാം.